പിണറായി മന്ത്രി വന്നേ പിന്നെ ഞങ്ങളിതിന് കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് മരുന്നും എല്ലാം മേടിക്കാൻ പെൻഷനൊക്കെ കാത്തിരിക്കുന്നു. ഇത് ആ മന്ത്രി വന്നതിൽ വളരെ നന്ദി, ഉപകാരം. ആ മന്ത്രി വന്ന ഞങ്ങളുടെ ഭാഗ്യം. കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതിന് വെല്ലുവിളിച്ച് ഞങ്ങളുടെ മന്ത്രി ഈ പിണറായി വിജയനെ ഇരിക്കണ കാലം വരെ ഞങ്ങളുടെ പെൻഷൻ കിട്ടിയിരിക്കുമെന്ന് പറയും. സന്തോഷമായോ? സന്തോഷമായി. വളരെ നന്ദി. അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തണം. പെൻഷൻ ഇയാളെ മാറ്റം മോദി സർക്കാർ മുടക്കാൻ വേണ്ടി ഒരുപാട് നിന്നിട്ടുണ്ട്. അവിടെ ബജറ്റിലെ നമുക്ക് തരുന്ന വിഹിതം ഉണ്ടല്ലോ, അതൊക്കെ കമ്മിയാക്കി തരാൻ മടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് സഹായിച്ചിട്ടില്ല. പിണറായി സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത് കടം വാങ്ങിയാലും ആരെ കൊണ്ട് കടം കൊടുത്താലും ആ തൊഴിലാളികൾക്കിടെ തരും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. സന്തോഷം തന്നെ. മരുന്നും കുടിയൊക്കെ വാങ്ങിക്കാം. മറ്റാരും ആശ്രയം ഇല്ലാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെങ്കിൽ നമ്മളെ കയ്യിൽ 10 പൈസ എടുത്തുകൊണ്ട് പോവാം. അതൊരു ആഗ്രഹം തന്നെ. അത് വളരെ സന്തോഷം തന്നെ. തുച്ഛമായ തുകയായിരുന്നു അന്ന് കിട്ടിക്കൊണ്ട്. അന്ന് ഒന്നിനും പറ്റൂലായിരുന്നു. ഇപ്പം അതൊരു സന്തോഷം തന്നെയാണ്. പെൻഷന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ റോൾ എന്താ നമ്മളൊന്ന് പരിശോധിച്ചു പോയാൽ നല്ലതായിരിക്കുമല്ലോ. 1980-ലാണല്ലോ ഇ.കെ. നായനാർ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാടെന്തായിരുന്നു? പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ. അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. കാരണം അന്ന് ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് നയചര്യയിലേക്ക് വന്നിട്ടില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്. പൂർണ്ണമായിട്ടും മുതലാളിത്ത വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. വെൽഫെയറിസത്തിലേക്ക് വരുന്നതിന്, ജനക്ഷേമ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് കുറച്ച് വർഷങ്ങൾ കൂടി വേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് വരുന്നുണ്ട്. നമുക്കറിയാം 1969-കൾക്ക് ശേഷം. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ സാധ്യത പിന്നീട് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. 1980-ലാണ് 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളിക്ക് ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം 82-ൽ ആ സർക്കാർ വീണു. പകരം 82-ൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയോ? 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. തീർന്നില്ല. 87-ൽ ഇ.കെ. നായനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു. 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ വർധനമുണ്ടാവുന്നത് ഈ ഇ.കെ. നായനാരുടെ 1987 സർക്കാരിന്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96-ൽ പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിന്റെ കാലത്ത് 1996-ൽ. കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001-ൽ A.K. ആന്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91-ലെ A.K. ആന്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001-ൽ വന്ന A.K. ആന്റണി സർക്കാരിന്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ആരാണെന്നറിയാമോ? 28 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക 2006-ൽ വരുന്ന V.S. അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് V.S. അച്യുതാനന്ദൻ സർക്കാർ 2011-ൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് V.S. അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120-ൽ നിന്നാണ് വർധന ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ 2011 വരെയും UDF-ന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും 1 രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. 400 രൂപ എന്നാണല്ലോ പറഞ്ഞത്. 400 രൂപയിൽ നിന്ന് 600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ഏത്? 2011 മുതൽ 16 വരെ. അവിടെയാണ് 3 മാസം മുതൽ ചില പെൻഷനുകൾ 11 മാസം, ചില പെൻഷനുകൾ 18 മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു. നമ്മുടെ സഭയിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി. ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി, 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ, അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ, ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 10% താഴെ മാത്രമാണ്. അതും മൊത്തം 32 ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് 62 ലക്ഷത്തോളം വയോധികരായവർക്ക്, 60 വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന സംവിധാനം ഉണ്ടാവുന്നു. കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? കുടിശ്ശിക പണ്ടുണ്ടായിരുന്നില്ലേ? പണ്ടുണ്ടായിരുന്നു. ആ കുടിശ്ശിക
കുടിശ്ശികയുടെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 28 മാസം കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതിനുശേഷം പിന്നീട് 3 മാസം മുതൽ 18 മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതെല്ലാം UDFന്റെ കാലത്തുണ്ടായിരുന്നതാ. ഈ വിഷയങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനൊരു പരാജയം സംഭവിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച 2 വിഷയങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതാണ് ഞാൻ കണ്ടത്. പെൻഷൻ സജീവ ചർച്ചയാക്കിയാൽ അത് ആർക്കാണ് ഇനി ഗുണകരമായി മാറാൻ പോകുന്നത്? നാളെ പെൻഷൻകാരുടെ സംയുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുക CPM. എന്താ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ പറയാൻ ശ്രമിച്ചത് എന്താ? പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ആ കുടിശ്ശികയിൽ ചില ഗഡുക്കൾ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ഷേമ സർക്കാർ, ഒരു വെൽഫെയർ സ്റ്റേറ്റ് അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധി അറിയാതെയാണോ KC വേണുഗോപാൽ ഇത് പറഞ്ഞത്? ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചത്? ആ പെൻഷൻ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അതിനെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലേ? ആ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ദില്ലിയിൽ പോയിരുന്നില്ലേ? നേരത്തെ സ്മൃതി പറഞ്ഞു കേന്ദ്രത്തിനെതിരെ സഹകരണമാണോ? അല്ല, കേന്ദ്രത്തിനെതിരെ തുറന്നു വെല്ലുവിളിച്ച് ദില്ലിയിൽ പോയി സമരം ചെയ്ത ഒരേ ഒരു മുന്നണിയുള്ളൂ, അത് ഇടതുപക്ഷ മുന്നണിയാണ്. അന്ന് അതിനോടൊപ്പം കൂട്ടുചേരാതിരുന്നവരാണ് UDF. അന്ന് അതിനോടൊപ്പം ഭാഗമായില്ല. കർണാടക സർക്കാർ വേറെയും കേരള സർക്കാർ വേറെയും. നമുക്ക് നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെയും അങ്ങ് കാശ്മീരിൽ നിന്ന് വരെ നേതാക്കൾ ഇവിടെ ഇറങ്ങി വന്ന് കേരളത്തോടൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ കേരളത്തിൽ ഈ പെൻഷന്റെ കാര്യം പറയുന്ന ഒരു UDF നേതാവിനെയും വന്ന് ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലുള്ള സമരത്തിൽ, പ്രതിഷേധ സമരത്തിൽ നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടെന്നൊരു ചോദ്യമുള്ളത് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. അത് പെൻഷന്റെ വിഷയത്തിൽ CPM ഉയർത്താൻ പോകുന്ന ഒരു ആർഗ്യുമെന്റാ. ഇനി ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഈ RSS നയത്തോട് സംസ്ഥാന സർക്കാർ ചേർന്നു പോവുകയാണ്. ഇന്ന് കണ്ട കാഴ്ച ഏതാണോ? അമരീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയല്ലല്ലോ ഇന്ന് രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചത്. എന്തുകൊണ്ടാണ് രാജ്ഭവനിൽ നടക്കേണ്ട സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത്? ആരുടെ അനുമതിയോടുകൂടിയാ? മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാ. അതിന് ആരുടെ പിന്തുണയുണ്ടായിരുന്നത്? CPMന്റെയും CPIയുടെയും പിന്തുണയോടുകൂടി ഉണ്ടായിരുന്നത്. P പ്രസാദിനെ അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പാർട്ടി CPM അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് CPM പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ, ഈ ഭാരതാംബ ഒരു ഔദ്യോഗിക ചിഹ്നമേ അല്ല എന്നുള്ളതാണ്. അമരീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് RSS സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടി എന്തിയിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത്. അത് ഭാരതാംബയല്ല, ഭാരതാംബയുടെ വികല ചിത്രമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ആ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലപാടെടുത്തത് ഇടത് സർക്കാരല്ലേ? ആ നിലപാടിന്റെ പേരിലല്ലേ? ആ നിലപാടിന്റെ പേര് മുന്നോട്ട് പോകുമ്പോൾ RSSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്നുള്ള വാദം പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് എന്റെ വാദം. ഇനി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നല്ലോ. എന്തായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി പോയി കൂടിക്കാഴ്ച നടത്തി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. NHAയുടെ വിഷയത്തിൽ രാജി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ട ചരിത്രം ഇന്ന് നമ്മുടെ മുന്നിലുണ്ടോ? എത്രയെത്ര പാലങ്ങൾ പൊളിഞ്ഞു. മുംബൈയിലെ പാലം പൊളിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അന്ന് ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുംബൈയിലെ പാലം മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ബാംഗ്ലൂരിലെ റോഡ് പൊളിഞ്ഞിട്ടില്ലേ? അന്ന് ആ സമയത്ത് കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടേണ്ടത് നിതിൻ ഗഡ്കരിയുടെ രാജിയാണോ, പകരം അവിടെ എംബാങ്ക്മെന്റിന് പകരം വയാഡക്റ്റ് ആണോ? വയാഡക്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. നിതിൻ ഗഡ്കരി ഇത് സമ്മതിച്ചില്ലേ? ആ സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ കമ്പനിയുടെ ചെലവിൽ, ഒരു ടാക്സ് പേരുടെ മണിയുടെ ചെലവിലല്ല, കമ്പനിയുടെ ചെലവിലാണ് വയാഡക്റ്റ് നിർമ്മിക്കാൻ പോകുന്നത്. തീർന്നില്ല, ഡിസംബർ മാസത്തോടു കൂടി പണി തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരി. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാർ അവിടെ ഒത്തുതീർപ്പിലാണ് പോയത് എന്ന് പറയാൻ കഴിയുക? അതാ കമ്പനിയെ പീനലൈസ് ചെയ്യുന്നതല്ലേ? ഏതാ കമ്പനി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ കമ്പനിയുടെ ഉടമയായ ആൾ ഏത് പാർട്ടിയുടെ MLA ആയിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തെലങ്കാനയിൽ ഏത് പ്രസ്ഥാനത്തിലാണ് അയാൾ വിശ്വസിച്ചിരുന്നെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഉയർത്തിയ വിഷയങ്ങൾ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇനിയിപ്പോ പ്രതിപക്ഷത്തിന്റെ ആകെ പ്രതീക്ഷ പണ്ടൊരു നേതാവ് പറഞ്ഞതുപോലെ പ്രളയവും കോവിഡും ഒക്കെ അത് ഇനിയും വരുമല്ലോ എന്ന് ആശിച്ചിരിക്കുന്നത് പോലെ ഒരു കടുവ ഇറങ്ങിയാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് അവർ മാത്രമായി തീരുന്ന ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. വന്യജീവി നിയമത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വന്നാൽ 1972 വന്യജീവി നിയമം പാസ്സാക്കിയതാരാ? അതിൽ ഭേദഗതികൾ കൊണ്ടുവന്നതാരാ? 5 ഭേദഗതികൾ അവതരിപ്പിച്ചത് NDA സർക്കാരല്ലേ? ആ ഭേദഗതികൾ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം എന്താ സംസാരിച്ചത്? എന്താ വയനാടിനെ പ്രതിനിധീകരിച്ചു പോയ MP ആ ഭേദഗതികളെ എതിർത്ത് അവിടെ സംസാരിക്കാതെ പോയത്? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? എന്തിനേറെ ഈ നിമിഷം വരെയും നിലമ്പൂർ മണ്ഡലത്തിലെ MP നമ്മൾ കണ്ടിട്ടുണ്ടോ? MP അവിടെ സ്ഥിരമായിട്ട് വരേണ്ടതില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിഷയങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ മലപ്പുറം പെൻഷൻ എന്നിങ്ങനെ തിരിയുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ പിണറായിസത്തെ കുറിച്ച് കേൾക്കാനില്ലല്ലോ. ആർക്കും പിണറായിസം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട. എന്താ പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചാൽ തിരിച്ചൊരു കൗണ്ടർ നെഗറ്റീവ് തുടങ്ങി. പിണറായിസം എന്ന് പറയുന്നത് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നതാണെങ്കിൽ, പിണറായിസം എന്ന് പറയുന്നത് ദേശീയപാതയുടെ വികസനമാണെങ്കിൽ, പിണറായിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അപ്പോയിന്റ്മെന്റ് നടത്തിയ സ്ഥാപനം കേരളത്തിലാണ് എന്നുള്ളതിന്റെ അടയാളമാണെങ്കിൽ, ഏറ്റവും നല്ല സ്കൂളുകൾ കൊടുക്കുന്നതിന്റെ, ഏറ്റവും നല്ല ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ പേരാണെങ്കിൽ നിങ്ങൾക്ക് പിണറായിസം കേരളത്തിൽ കൊണ്ടുവരാം എന്നൊരു ലെഫ്റ്റ് ക്യാമ്പയിൻ വരുന്നു. MP മാത്രം തീരുമാനം എടുക്കേണ്ട ഒരു വിഷയം അവിടെ ഉണ്ട്. ഏതാണെന്നറിയാം, ഈ നഞ്ചങ്കോട് പിന്നെ നിലമ്പൂർ അത് MP ആണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ രാഹുൽ ഗാന്ധി
പിന്നെ MB ആയിരുന്ന സമയത്ത് പ്രകടന പത്രികയിൽ ആ സമയത്ത് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നഞ്ചങ്കോട് റെയിൽപാതയും അതുപോലെ രാത്രികാല നിരോധനമായിരുന്നു. ആ സമയത്ത് ഒന്നും നടന്നില്ല. 5 വർഷം കഴിഞ്ഞു പോയി. ഇപ്പം പ്രിയങ്ക ഗാന്ധി MB ആയി. ഈ സമയത്തും അതിന് വല്ല തീരുമാനമായില്ല. ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് ഇത്. കോൺഗ്രസുമായി ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് ഇത്. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊന്നും തൊടുന്നില്ല എന്നുള്ളതാണ്. അത് ജനകീയ വിഷയം തൊടുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്നു പോകുന്നു എന്നുള്ള ആരോപണമാണെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു EDക്കെതിരെ, മമതാ ബാനർജി അല്ലാതെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന ഏജൻസിയെ കൊണ്ട് തിരിച്ചൊരു അന്വേഷണം നടത്തി കേസെടുപ്പിച്ച് FIR ഇട്ട ചരിത്രമുണ്ടോ? അത് കേരളത്തിലല്ലേ സംഭവിച്ചത്? EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ആളെ മുഖ്യപ്രതിയാക്കി വിജിലൻസ് അല്ലേ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കേന്ദ്രവുമായിട്ട് ചേർന്ന് പോകുന്ന സർക്കാർ എന്ന ആരോപണമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവില്ലേ ഈ ആർഗ്യുമെന്റുകളുടെ മുന്നിൽ? അതുകൊണ്ട് ദുർബലമായ വാദങ്ങളുമായി പ്രതിപക്ഷം ഈ ക്യാമ്പയിൻ ഇറങ്ങാതിരിക്കുക.